Hello, welcome all of you to AIMS Study Center, Palakkad. As you know, I am Dr. B. Balakrishnan. ഞാനാണ് എയിംസ് സ്റ്റഡി സെൻറ്ററിൽ സൈക്കോളജി ആൻഡ് പെഡഗോജി എന്ന വിശാലമായ ഒരു വിഷയം എടുക്കുന്നത് LP-UP ആൻഡ് കേറ്ററ്റ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും. ഓക്കെ, സോ ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എസ് യു നോ, ഇന്ന് ഏപ്രിൽ 1 എല്ലാവർക്കും അറിയാം, വളരെ ചൂട് കൂടിയ മാസമാണ് അല്ലേ. ഏപ്രിൽ 1 ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ വെക്കേഷൻ ആരംഭിക്കുന്നതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് അവധിക്കാല പഠന തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ ഈ അവധിക്കാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങൾ മധ്യവേനൽ അവധിയാണ്. ഈ അവധിക്കാലത്ത് നമുക്ക് നമ്മുടെ LP-UP കേറ്ററ്റ് പഠനം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം, അതിൻ്റെ സ്ട്രാറ്റജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏപ്രിലാണെന്ന് ഓർക്കുക, വളരെ കടുകട്ടിയായ ചൂടാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പല തരത്തിലുള്ള ചൂടുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒന്ന്, സ്വാഭാവികമായ പ്രകൃതി നമുക്ക് തരുന്ന ചൂട്. കൂടാതെ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്, അതിൻ്റെ ചൂട് മറുഭാഗത്ത്. അങ്ങനെ ഇരട്ട ചൂടുകളുടെ മധ്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൂടാതെ 4 ഭാഗത്തുനിന്നുള്ള ചൂട് കൂടാതെ മേലെ നിന്നൊരു ചൂടുണ്ട്. അതിനെയാണ് MT പഞ്ചാഗ്നി എന്നൊക്കെ പറഞ്ഞത്. അതായത് 4 ഭാഗത്തുനിന്നും ഉള്ള ചൂട് കൂടാതെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എല്ലാ ഭാഗത്തുനിന്നും ഉള്ളതുപോലെ തന്നെ മേലെ നിന്നും അത് ഉള്ള അഗ്നി. ആ രൂപത്തിലാണ് MT തൻ്റെ നോവലിലും സിനിമക്കൊക്കെ പഞ്ചാഗ്നി എന്ന് പേരിട്ടത്. അതവിടെ നിൽക്കട്ടെ. സോ ഞാനിനി മറ്റൊരാളെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി പോവുകയാണ്. ലോകപ്രസിദ്ധമായ, അതായത് ഉത്തരാധുനിക കവിതയുടെ അപ്പോസ്തലൻ എന്ന് നമ്മൾ വിളിക്കുന്ന TS ഇലിയറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചനയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, വേസ്റ്റ് ലാൻഡ് അല്ലേ. വേസ്റ്റ് ലാൻഡിലെ ഒരു വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത്. ഏറ്റവും ക്രൂരമായ മാസമാണ് ഏപ്രിൽ. നമുക്ക് 12 മാസങ്ങളുണ്ട്. ഈ 12 മാസങ്ങളിൽ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഏപ്രിലിലെ ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറഞ്ഞത്? അതായത് നമ്മുടെ വേദനകളും നമ്മുടെ പീഡന അനുഭവങ്ങളും നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ ഇങ്ങനെ മാറി 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 പോവും. പക്ഷെ തിരിച്ചു വീണ്ടും അത് ഏപ്രിലിൽ വീണ്ടും തിരിച്ചു വരുന്നു. സോ ഹെൻസ് ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത്. പക്ഷേ നമുക്ക് ഈ ഏപ്രിൽ മാസത്തെ അങ്ങനെ ക്രൂവലസ്റ്റാക്കി അങ്ങനെ തള്ളിക്കളയണ്ട. നമുക്ക് എങ്ങനെ ഒരു മധുരമുള്ള, നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പ് തരുന്ന ഒരു മാസമായിട്ട് എങ്ങനെ നമുക്ക് ഏപ്രിലിനെ മാറ്റിയെടുക്കാം എന്ന ശുഭോദർക്കമായ ചിന്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം അവധിക്കാല പഠന തന്ത്രങ്ങൾ. നോക്കാം. എയിംസ് സ്റ്റഡി സെൻറ്ററിന് വേണ്ടി ഞാൻ വീണ്ടും എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഐ എം ഡോക്ടർ B. ബാലകൃഷ്ണൻ. ഓക്കെ, സോ ലെറ്റ് us start with your permission. നോക്കാം. നമ്മൾ ഈ LP-UP പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും അറിയാം, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കാണ്. കാരണം നിങ്ങളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്, ഞാനല്ല. ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം എൻ്റെ ജീവിതയാത്ര പൂർത്തിയായി. എൻ്റെ ഉദ്യോഗത്തിൽ നിന്നും ഞാൻ നേരത്തെ വിരമിച്ചു. നിങ്ങൾക്ക് പല ആൾക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ ജീവിതം പക്ഷേ തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ അത് നല്ല രീതിയിൽ തുടങ്ങാം, അതിന് നമുക്ക് ഏപ്രിലിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിനെക്കുറിച്ചുള്ള ഒരു ലഘു സംഭാഷണമാണ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ LP-UP പരീക്ഷ എഴുതാൻ പോകുന്നതിലേക്ക് നേരിട്ട് കിടക്കാം. സോ ഹൗ ക്യാൻ യു മേക്ക് യു ബെറ്റർ ഇൻ ദി ഫോർത്ത് കമ്മിങ് LP-UP എക്സാമിനേഷൻ? ഓക്കെ, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുണ്ട്. ഈ ഇപ്പോഴുള്ള നിങ്ങളെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിങ്ങളാക്കി മാറ്റണം. സോ ദാറ്റ്സ് അവർ സ്ട്രാറ്റജി അല്ലേ. അത് ഇവിടെ പരീക്ഷയിൽ മാത്രമല്ല, ജീവിതത്തിൽ ഇവിടെ ഏത് മേഖലയിലും നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണോ ഉള്ളത് അതിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ട് പോയി നിങ്ങൾ ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട
നല്ലൊരു നിങ്ങളാവുക എന്നതാണ് ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട പുതിയ ഒരു 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 സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ LP-UPയിൽ സപ്പോസ് നിങ്ങൾ ഇപ്പോൾ 200ാമത് റാങ്കിലാണ് വരാൻ വേണ്ടി പോകുന്നത് എന്ന് ഒരു പക്ഷെ നിങ്ങൾക്കൊരു അസസ്മെൻ്റ് ഉണ്ടാവും. നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാനൊരു 200ാമത്തെ റാങ്കിലാണ് വരിക എന്ന്. നമുക്കതല്ല ലക്ഷ്യം, നമുക്ക് 1ാമത്തെ റാങ്കിലേക്ക് വരിക എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ എനിക്ക് വളരെ ഫേമസ് ആയിട്ടില്ല, ഞാൻ പ്രത്യേകിച്ച് സൈക്കോളജിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ പലതും സൈക്കോളജിയിൽ നിന്നായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാൾ റോജേഴ്സ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. സൈക്കോളജിസ്റ്റ് അല്ല, ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്, കാൾ റോജേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹ്യൂമനിസ്റ്റായ മാനവികതാവാദം എന്ന മഹത്തായ ഏറ്റവും ലേറ്റസ്റ്റായ സൈക്കോളജിക്കൽ ബ്രാഞ്ചാണ്, സൈക്കോളജിക്കൽ തോട്ടാണ് ഹ്യൂമനിസം. ഹ്യൂമനിസത്തിൻ്റെ ഒരു പ്രധാന വക്താവാണ് കാൾ റോജേഴ്സ്. കാൾ റോജേഴ്സ് മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണ് ദ സെൽഫ് തിയറി. എല്ലാവർക്കും അറിയാം ദ സെൽഫ് തിയറി. എന്താണ് ദ സെൽഫ് തിയറി എന്ന് വെച്ചാൽ? ആത്മബോധ സിദ്ധാന്തം, ദ സെൽഫ് തിയറി. ഓക്കെ, ഈ ആത്മബോധ സിദ്ധാന്തം യഥാർത്ഥത്തിൽ അത് 2 തരത്തിലാണുള്ളത്. ഒന്ന് ഐഡിയലിസ്റ്റിക് അഹം, ആദർശാത്മക അഹം. മറ്റൊന്ന് റിയലിസ്റ്റിക് അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം. അതായത് ഐഡിയലിസ്റ്റിക് അഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വ്യക്തിയായി തീരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഓരോ വ്യക്തിയും അവനെ കൊണ്ട് കഴിയുന്നതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നു എന്നാണ് ഹ്യൂമനിസ്റ്റായ മാനവികതാവാദിയായ കാൾ റോജേഴ്സ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിനെയാണ് അദ്ദേഹം ആദർശാത്മക അഹം എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ ആദർശാത്മക അഹം വളരെ വലിയ ഒന്നാണ്. അതായത് നാം ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നാം എത്തിച്ചേരുക എന്നുള്ളതാണ് ഐഡിയലിസ്റ്റിക് സെൽഫ് അഥവാ ആദർശാത്മക അഹം. ഇനിയോ പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് സെൽഫാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ LP-UP റാങ്ക് ലിസ്റ്റിൽ 1ാമനായി വരിക, ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആവുക എന്നുള്ളത് കാൾ റോജേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ഐഡിയലിസ്റ്റിക് സെൽഫാണ്. പക്ഷേ 200ാമനാണ് നിങ്ങളുള്ളത്, അല്ലെങ്കിൽ 500ാമത്തെ ആളാണ് ഇപ്പം നിങ്ങളുള്ളത് എന്നുള്ളത് അതിൻ്റെ റിയലിസ്റ്റിക് അഹമാണ്. ഇനി കാൾ റോജേഴ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ജീവിത വിജയം അല്ലെങ്കിൽ ജീവിതത്തിൽ സുഖകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ഐഡിയലിസ്റ്റിക് അഹവും അതുപോലെ റിയലിസ്റ്റിക് അഹവും തമ്മിലുള്ള അന്തരമുണ്ടല്ലോ. ഈ അന്തരം ഇങ്ങനെ കൂടി പോയാൽ നമുക്ക് ജീവിതത്തിൽ സുഖം കിട്ടില്ല, അല്ലെങ്കിൽ ജീവിത വിജയം നമുക്ക് നേടാൻ സാധ്യമല്ല. ജീവിത വിജയം നേടണമെങ്കിൽ ജീവിത വിജയത്തിന് നമ്മുടെ ഡാനിയൽ ഗോൾഡ്മാൻ ഒക്കെ പറഞ്ഞിരുന്നു, ജീവിത വിജയത്തിന് എപ്പോഴും വേണ്ടത് ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ്റ് അല്ല, IQ അല്ല, ബട്ട് EQ ആണ്. അതായത് വൈകാരിക ബുദ്ധിയാണ്, സോഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഏറ്റവും പ്രധാനം. അല്ലാതെ വൈജ്ഞാനിക ബുദ്ധിയല്ല, കോഗ്നിറ്റീവ് ഇൻ്റലിജൻസ് അല്ല. അതൊരു വശത്ത് നിൽക്കട്ടെ. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ അവധിക്കാലത്ത് നിങ്ങളുടെ ഐഡിയലിസ്റ്റിക് സെൽഫും നിങ്ങളുടെ റിയലിസ്റ്റിക് സെൽഫും തമ്മിലുള്ള ഒരു വിടവുണ്ടല്ലോ. ആ വിടവ് ഓരോ ആളെ സംബന്ധിച്ചിടത്തോളം വലിയതായിരിക്കും. ചില ആൾക്ക് വളരെ ചെറിയ വിടവേ ഉണ്ടാവും, ചില ആൾക്ക് വലിയ വിടവുണ്ടാവും, ചില ആൾക്ക് ഇതിനേക്കാൾ വലിയ വിടവുണ്ടാവും. അപ്പോൾ ജീവിത വിജയം അല്ലെങ്കിൽ നിങ്ങൾക്ക് LP-UP പരീക്ഷ എപ്പോഴാണ് എഴുതി ജയിക്കാൻ വേണ്ടി പറ്റുക? അക്കോർഡിംഗ് ടു കാൾ റോജേഴ്സ്
നിങ്ങളുടെ ഐഡിയലിസ്റ്റിക് സെൽഫ് ഇവിടെ നിൽക്കുന്നു, നിങ്ങളുടെ റിയലിസ്റ്റിക് സെൽഫ് ഇവിടെയാണെങ്കിൽ യു വിൽ ഹാവ് ടു ബ്രിങ് ദി റിയലിസ്റ്റിക് സെൽഫ് മോർ ക്ലോസർ ടു ദ ഐഡിയലിസ്റ്റിക് സെൽഫ്. അതായത് വേറെ എവിടെയോ ദൂരെ നിൽക്കുന്ന നിങ്ങളുടെ റിയലിസ്റ്റിക് സെൽഫിനെ മെല്ലെ 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 നിങ്ങൾ കൊണ്ടുവന്ന് ഐഡിയലിസ്റ്റിക് സെൽഫിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഐഡിയലിസ്റ്റിക് സെൽഫും റിയലിസ്റ്റിക് സെൽഫും തമ്മിലുള്ള ദൂരം കുറച്ചു കൊണ്ടുവരുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാവുന്നത് എന്നതാണ് കാൾ റോജേഴ്സ് പറഞ്ഞതിൻ്റെ പൊരുൾ. ഞാനും നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതേ കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത 2 മാസം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ഏപ്രിൽ മെയ് മാസം, അതിനെക്കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ സംസാരിക്കുന്നുള്ളൂ. നിങ്ങളുടെ മുന്നിൽ LP-UP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതിലും കൂടുതൽ മാസമുണ്ട്. ഏപ്രിലുണ്ട്, മെയ് ഉണ്ട്, ഓക്കെ, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ചിലപ്പോൾ ഓഗസ്റ്റും ഉണ്ടാവാം. കാരണം ഈ അടുത്തൊന്നും, അതായത് ജൂൺ വരെയുള്ള പരീക്ഷാ കലണ്ടർ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിനിടയിൽ LP-UP പരീക്ഷ നടക്കില്ല. പിന്നെ ജൂലൈയിലോ ഓഗസ്റ്റിലോ ഒക്കെ ആയിരിക്കും നടക്കുക. ഇനി അതാണോ എന്ന് പോലും നമുക്ക് എപ്പോഴേ അറിയാൻ പറ്റൂ? ജൂലൈയിലൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ജൂലൈയിൽ നടക്കും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കിപ്പോൾ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. ഒരു ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്കെ നടക്കാം. സോ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾ നേരത്തെ തന്നെ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞു. എയിം സ്റ്റഡി സെൻറ്ററിൽ കൂടി തന്നെ സൈക്കോളജിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. സൈക്കോളജിയുടെ ഏകദേശം 75-80% ഭാഗങ്ങളും നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ടാവും. ഇനി പഠിക്കാൻ വളരെ കുറച്ച് മാത്രമേ ആ ഭാഗത്ത് ഉണ്ടാവൂ. അപ്പോൾ ഇനിയുള്ള ധാരാളം സമയം ഇനിയും നിങ്ങൾക്ക് മെച്ചപ്പെടാനുള്ള അവസരം നിങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ റിയലിസ്റ്റിക് സെൽഫിനെ മെല്ലെ മെല്ലെ ഐഡിയലിസ്റ്റിക് സെൽഫിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നോക്കാം, നമ്മുടെ LP-UP പരീക്ഷയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആകെയുള്ളത് നമുക്കറിയാം. ആകെയുള്ളത് 100 മാർക്കാണ്. ഈ ബോർഡ് ഓക്കെ, ആകെയുള്ളത് നമുക്ക് 100 മാർക്കാണുള്ളത്. ഈ 100 മാർക്കിനെ എങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് പരീക്ഷയിൽ എന്നുള്ളതാണ് ആദ്യം ക്ലിയർ കട്ട് വ്യൂ നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്കറിയാം, ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ എഴുതിയിരിക്കുകയാണ് സൈക്കോളജി എന്നെഴുതിയിട്ട് 20 + 3 + 3 = 26. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ 26 എന്ന് എഴുതാൻ കാരണം എന്ന്. ഞാൻ എൻ്റെ ഒരു അസംഷൻ വെച്ചു. PSC അനൗൺസ് ചെയ്ത സിലബസിലെ ചില പ്രത്യേക ഭാഗങ്ങൾ പ്രത്യേകം പരാമർശിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാനിതിനെ 26 എന്ന് പറഞ്ഞത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അറിഞ്ഞവർക്ക് അവരുടെ ഓർമ്മ ഒന്നുകൂടി പുതുക്കുന്നതിന് വേണ്ടി പറയാം. സൈക്കോളജി അഥവാ പ്യുവർ സൈക്കോളജി, അതായത് PSCയുടെ സിലബസിലെ സൈക്കോളജി എന്ന ഭാഗത്ത് 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും, ആസ് യൂഷ്വൽ കഴിഞ്ഞ കൊല്ലങ്ങളിൽ എന്ന പോലെ. ഓക്കെ, പക്ഷേ ഇക്കൊല്ലം കഴിഞ്ഞ NCA സിലബസിന് ശേഷം ഇക്കൊല്ലം ചില മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. എന്താണ് വരുത്തിയ മാറ്റം? അതാണ് നിങ്ങൾ ഇവിടെ കാണും. മലയാളത്തിന് 7 മാർക്ക്, ഇംഗ്ലീഷിന് 7 മാർക്ക് എന്നാണ് ഞാൻ എഴുതിയത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ സിലബസ്, ഈ സിലബസ് ഉണ്ടാവും. ഇതിൽ ഇംഗ്ലീഷിന് 10 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓഫ് കോഴ്സ് ഇവിടെ പാർട്ട് 5 ജനറൽ ഇംഗ്ലീഷ് ഇവിടെ കാണുന്നത് നിങ്ങൾ 10 മാർക്ക്. പക്ഷെ ഈ 10 മാർക്കിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? സാധാരണ ഇംഗ്ലീഷിൽ ചോദിക്കാറുള്ള ഗ്രാമർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതായിരുന്നു കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇക്കൊല്ലമാകട്ടെ ഈ പാർട്ട് 5 ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്.
അതിനെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ജനറൽ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ്റെ ഒരു ഭാഗം. 2 ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു ഭാഗം. 3 സി എന്ന വിഭാഗത്തിൽ പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ഇതിൻ്റെ മാർക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തന്നിട്ടൊന്നുമില്ല PSC. ഈ 10 മാർക്കിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? ജനറൽ ഇംഗ്ലീഷ് ഉൾക്കൊള്ളുന്നു, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറുണ്ട്, കൂടാതെ പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങും ഉണ്ട്. ഈ പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജ് സ്കിൽസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LP ക്ലാസ്സസ്, പിന്നെ അസസ്മെൻ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. ഇങ്ങനെ 5 കാര്യങ്ങൾ ഇംഗ്ലീഷ് ഭാഗത്ത് ഉണ്ട്. ഓക്കെ, ഒരു കാര്യം ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ തൊഴിൽ വീതിയിൽ ഇപ്പോൾ എയിംസ് സ്റ്റഡി സെൻറ്ററും പിന്നെ ഞാനും ചേർന്നിട്ട് LP UPക്കുള്ള പരിശീലനം നേരത്തെ തുടങ്ങി. ഞാൻ ഇപ്പോൾ ഈ 20 മാർക്കിൻ്റെ മുഴുവൻ സൈക്കോളജിയും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, ഇംഗ്ലീഷ് പെഡഗോഗിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് തൊഴിൽ വീതി നോക്കിയാൽ മനസ്സിലാവും. അത് വായിക്കുന്ന ചിലർക്ക് ചിലപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലായി തോന്നിയിരിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മലയാളത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ 10 മാർക്കിൻ്റെ മലയാളത്തിൽ വേറെ എന്തുണ്ട്? മലയാളം സാഹിത്യമുണ്ട്, അതായത് നോവൽ, കവിത, അതൊക്കെ ഉണ്ട്. മലയാളം ഭാഷാപരമായ കാര്യങ്ങളുണ്ട്. കൂടാതെ മലയാളം ബോധനശാസ്ത്രപരം, അതായത് ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം, പലതരത്തിലുള്ള ആസൂത്രണം, വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിനാസൂത്രണം, പിന്നെ വിലയിരുത്തൽ. ഇതും മലയാളത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ PSC അനൗൺസ് ചെയ്തെന്ന ഈ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു അസംഷനാണ് ഈ 10 മാർക്ക് മലയാളത്തിൽ നിന്ന് ഒരു 3 മാർക്ക് കുറക്കണം. കാരണം അത് മലയാളം ബോധനശാസ്ത്രപരമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഇംഗ്ലീഷ് 10 മാർക്കിൽ നിന്ന് ഒരു 3 മാർക്കിൻ്റെ എങ്കിലും ചോദ്യങ്ങൾ ഇംഗ്ലീഷ് പെഡഗോജിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇൻഫാക്റ്റ് ഈ 3 6 മാർക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടണം. അതായത് സൈക്കോളജി ആൻഡ് പെഡഗോജി എന്ന വിഭാഗത്തിൽ പെടുത്തണം. അങ്ങനെയാണ് ഞാൻ സൈക്കോളജിക്ക് 20 + 3 + 3 = 26 എന്നെഴുതിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി അടുത്ത് വരാൻ വേണ്ടി പോകുന്ന LP UP പരീക്ഷയിൽ 26 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതായത് 1/4 ഭാഗത്തിലധികം ചോദ്യങ്ങൾ സൈക്കോളജി ആൻഡ് പെഡഗോഗി എന്ന വിഷയത്തിൽ നിന്നായിരിക്കും. അത് മലയാളം പെഡഗോജി ആവാം, ഇംഗ്ലീഷ് പെഡഗോജി ആവാം. ഒരു 3 മാർക്കും. ഇനി ഈ 3 മാർക്ക് എന്നുള്ളത് എൻ്റെ ഒരു അസംഷൻ മാത്രമാണ്. സംടൈംസ് ഇറ്റ് മേ ബി 2, 2 ആവാം, 3 ആവാം, ചിലപ്പോൾ 3 കൂടുതലാവാം. അപ്പം എത്രയാവും എന്ന് എനിക്ക് കൃത്യമായി പറയാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ഇവർ കൊടുത്തിരിക്കുന്ന രീതിയുടെ ഒരു പൊതു അസംഷൻ വെച്ചിട്ടാണ് ഞാൻ 3 മാർക്ക് മലയാളം പെഡഗോജിയിൽ നിന്നും 3 മാർക്ക് ഇംഗ്ലീഷ് പെഡഗോജിയിൽ നിന്നും അങ്ങനെ 26 മാർക്കിൻ്റെ ചോദ്യങ്ങൾ സൈക്കോളജി ആൻഡ് പെഡഗോജിയിൽ ആയിരിക്കും. ദാറ്റ് മീൻസ് more than 1/4 of the total questions are from psychology. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണും. അതായത് എത്ര അധികം ഗൗരവം നമ്മൾ ഇതിന് കൊടുക്കണം എന്ന്. ഇനി അതേപോലെ നോക്കൂ, മറ്റൊരു 26 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതായത് 26 മാർക്കിൻ്റെ സൈക്കോളജി ആൻഡ് പെഡഗോജി പ്ലസ് another 26 മാർക്സ്. അത് വരുന്നത് സയൻസിൽ നിന്നാണ്, ശാസ്ത്ര വിഷയങ്ങളിൽ നിന്നാണ്. അത് രസതന്ത്രം, ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം, ഇങ്ങനെ 3 ശാസ്ത്ര വിഷയങ്ങളിൽ നിന്ന് 26 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. പിന്നെയോ സൈക്കോളജി ആൻഡ് പെഡഗോജിയിൽ നിന്ന് 26 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ
പകുതിയിലധികം മാർക്കിൻ്റെ ചോദ്യങ്ങൾ അടുത്ത് വരുന്ന LP-UP പരീക്ഷയുടെ 50% ചോദ്യങ്ങൾ പെഡഗോജി, സൈക്കോളജി, സയൻസ് വിഷയങ്ങളിൽ നിന്ന് ആയിരിക്കും. പിന്നെയുള്ളത് സോഷ്യൽ സയൻസ് വിഷയമാണ് നമ്മുടെ മുന്നിൽ. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, പൊളിറ്റിക്സ് വരും, എക്കണോമിക്സ് വരും, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വരും. ഇതിനെയൊക്കെയാണ് നമ്മൾ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് കേട്ടോ. പണ്ട് സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു, ഇപ്പം നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറില്ല, സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ നിന്ന് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, പിന്നെ എക്കണോമിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിൽ നിന്ന് 19 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, പിന്നെ കണക്കിൽ നിന്ന് 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം കണക്കിൽ ചോദിച്ച ചോദ്യങ്ങൾ വളരെയധികം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ കൺവെൻഷനലായി കണ്ടുവന്ന ചോദ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് സമയം, ദൂരം, ശതമാനം, ഇങ്ങനെ ഒരാൾ 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 2 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇതൊക്കെയായിരുന്നു കണക്കിൽ പൊതുവെ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ തിയററ്റിക്കൽ സ്വഭാവമുള്ള, സൈദ്ധാന്തിക സ്വഭാവമുള്ള കണക്കാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കണക്കിന് 15 മാർക്ക്. പിന്നെ ശുദ്ധ മലയാളത്തിൽ, അതായത് മലയാളം ഭാഷ, മലയാളം സാഹിത്യം, മലയാളം ഗ്രാമർ, ഇതിനെല്ലാം കൂടി 7 മാർക്കേ ഉള്ളൂ. അതുപോലെ ഇംഗ്ലീഷ് ഭാഷ, അതായത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് ഗ്രാമർ, ഇതിനെല്ലാം കൂടി 7 മാർക്കേ ഉള്ളൂ. കാരണം ആകെയുള്ള 10ൽ നിന്ന് നമ്മൾ 3 മൈനസ് ചെയ്ത് കളഞ്ഞു, ആ 3 നമ്മൾ ഇവിടെ കൂട്ടിച്ചേർത്തു. അങ്ങനെ 26 മാർക്ക് ഏതിന്? സൈക്കോളജി ആൻഡ് പെഡഗോജി, 26 മാർക്ക് സയൻസ്, 19 മാർക്ക് സോഷ്യൽ സയൻസ്, 15 മാർക്ക് മാത്സ്, 7 മാർക്ക് ശുദ്ധ മലയാളം എന്ന് ഞാൻ പറയുന്നു കേട്ടോ. അതായത് വെറും മലയാളം എന്ന് അതിനർത്ഥമുള്ളൂ കേട്ടോ. പിന്നെ ശുദ്ധ ഇംഗ്ലീഷ് 7 മാർക്ക്. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ 6, 12, 19, 21, 5, 26, 7, 33, 7, 40, ബാക്കി 4, 5, 6, 8, 10. അപ്പോൾ ആകെ കൂടി നോക്കുമ്പോൾ നമുക്ക് 100 മാർക്കിൻ്റെ നമ്മളുടെ പരീക്ഷ ഈ രൂപത്തിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ രൂപത്തിലാണ് അതിൻ്റെ ഘടന. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾ എന്താണോ, ഏത് പരീക്ഷയാണോ എഴുതാൻ വേണ്ടി പോകുന്നത്, ആ പരീക്ഷയുടെ ഘടന മനസ്സിലാക്കുക. സോ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്കറിയാം സൈക്കോളജിയിലെ ആദ്യത്തെ ശാഖ അതെങ്ങനെയാണ് സ്ട്രക്ചറലിസമായത്, എങ്ങനെയാണത് ഘടനാവാദമായത്? കാരണം സൈക്കോളജിസ്റ്റുകൾ ആദ്യം തന്നെ ചിന്തിച്ചത് മനസ്സിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ മനസ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ തോട്ട്. അങ്ങനെയാണ് സ്ട്രക്ചറലിസം ആദ്യത്തെ ശാഖയായിട്ട് വന്നത്. അതവിടെ നിൽക്കട്ടെ, ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിലെ സ്ട്രക്ചർ ഇതാണ്. ഓക്കെ, ഇനി ഈ സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി നമുക്ക് അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. സോ unless and until you know the structure of the exam that you are going to write, you cannot succeed. ഓക്കെ, ഇപ്പം എല്ലാവർക്കും സ്ട്രക്ചർ മനസ്സിലായി കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പോരാ, പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം. മനസ്സിലാക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല, എന്തൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയൊരു കാര്യമാണ് ഏതൊരാളും ചെയ്യേണ്ട കാര്യം. ഓക്കെ, അതാണ് നോ യുവർ സെൽഫ്. നോ യുവർ സെൽഫ് എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് യു ആർ നോട്ട് ഗോയിങ് ടു ബെനിഫിറ്റ് എനിത്തിങ് ഇൻ ദ ലൈഫ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവനവനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റൊരാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം മറ്റൊരാൾക്ക് നീ
നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. സാധിക്കും, അത് ഞാൻ വേറെ അർത്ഥത്തിൽ പറയുന്നതാണ്. പക്ഷേ അയാൾ എന്നെ കുറേ സ്വാധീനിച്ചു, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റത്തിന് കാരണം ഇന്ന ആളാണ് എന്നൊക്കെ നമുക്ക് പൊതുവെ പറയാം. സോ ഐ ആം ടോക്കിംഗ് ഇൻ എ ഡിഫറെൻ്റ് ആംഗിൾ ദാറ്റ് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന 1,00,000 കുട്ടികളുണ്ടെങ്കിൽ ബാക്കി 99,999 പേർക്ക് നിങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് മീൻസ് ആരാണ് നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്നത്? ഇവരല്ല, ഈ 99,999 പേരല്ല, മറിച്ച് നിങ്ങൾ ഒരാൾ മാത്രമാണ്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയേക്കാം, ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് എക്സാമിനേഷൻ ടഫായിരിക്കും, ഈ ബാക്കി 99,999 പേരൊക്കെ എൻ്റെ എതിരാളികളാണ്, എൻ്റെ ശത്രുക്കളാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ആ ചിന്തക്കൊന്നും യാതൊരു യുക്തിയില്ല, അടിത്തറയുമില്ല. നിങ്ങളുടെ എതിരാളി യഥാർത്ഥത്തിൽ നിങ്ങളാണ്. നിങ്ങളുടെ പ്ലസിൻ്റെ ഉത്തരവാദികളും നിങ്ങളാണ്, നിങ്ങളുടെ മൈനസിൻ്റെ ഉത്തരവാദികളും നിങ്ങളാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പ്ലസ് പോയിന്റ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മെറിറ്റ്സ് ആണ്, നിങ്ങളുടെ മൈനസ് പോയിന്റ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഡിമെറിറ്റ്സ് ആണ്. സോ you will have to face a battle between the merits and the demerits of your life. Of your life means of your knowledge എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അതായത് നിങ്ങളുടെ മെറിറ്റ്സും നിങ്ങളുടെ ഡിമെറിറ്റ്സും ആണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുഴുവനും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമായി നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ആരെക്കുറിച്ച് അറിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, നിങ്ങളെക്കുറിച്ച് അറിയുക. നിങ്ങളെക്കുറിച്ച് അറിയാൻ എങ്ങനെയാണ്? എനിക്കിവിടുന്ന് പറയാൻ വളരെ എളുപ്പമാണ്, നിങ്ങളെക്കുറിച്ച് അറിയുക. പക്ഷെ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് അറിയുക? എഗെയിൻ ഞാൻ സ്ട്രക്ചറലിസത്തിലെ ഒരു മനഃശാസ്ത്ര ഗവേഷണ രീതിയെക്കുറിച്ച് പറയാണ്. ദറ്റ് ഈസ് ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധന. യഥാർത്ഥത്തിൽ മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് നോക്കുക, തന്നിലേക്ക് തന്നെ നോക്കുക. പുറത്തേക്കല്ല നോക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് നല്ല വശങ്ങൾ കാണാൻ പറ്റും, ഒരുപാട് മോശം വശങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ നല്ല വശങ്ങൾ കാണുമ്പോൾ നമുക്ക് ചില സ്ട്രെങ്ത് കിട്ടും. യെസ്, വിത്ത് സ്ട്രെങ്ത്. പിന്നെയും നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീക്ക്നെസ്സുകളെ കുറിച്ച് മനസ്സിലാവും. പിന്നെയും നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നു എന്ന് വെച്ചോ, എത്ര കണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നുവോ അത്ര കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞെന്ന് വരും. പിന്നെയും നിങ്ങൾ നോക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് നിങ്ങളുടെ മുന്നിൽ ഈ അവസരങ്ങൾ നേടിയെടുക്കുന്നതിന് എന്തൊക്കെ ത്രെറ്റ്സ് ഉണ്ട്, എന്തൊക്കെ വെല്ലുവിളികളുണ്ട് എന്നാണ്. സോ വാട്ട് ഐ എം ടെല്ലിംഗ് ഈസ്, ഇഫ് യു നോ യുവർ സെൽഫ്, if you introspect yourself, then what will happen? You will come to know about your strength. Of course, അല്ലേ? നിങ്ങളെല്ലാവരും എന്നോട് പിന്നെ അഭിപ്രായം പുലർത്തുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാവും. അതേപോലെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാവും. വീണ്ടും ഉള്ളിലോട്ട് നോക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് മനസ്സിലാവും. വീണ്ടും ഉള്ളിലേക്ക് നോക്കുമ്പോൾ ത്രെറ്റ്സ് എന്താണെന്ന് മനസ്സിലാവും. ഇതിനെ നമ്മൾ വിളിക്കുന്നു SWOT. SWOT മീൻസ് SWOT. ഇൻഫാക്ട് ഇത് മാനേജ്മെൻറ്റിലെ ഒരു വലിയ തിയറിയാണ്. ഇപ്പം നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പിന്നെ അതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും
വിലയിരുത്തുന്നത് കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മളൊരു സ്ഥാപനത്തെ വിലയിരുത്തുന്നു. നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വിലയിരുത്തുന്നു, അതിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്തുന്നു, അതിൻ്റെ നിലവിലെ സ്ഥിതിയെ വിലയിരുത്തുന്നു, ഇനി അതിൻ്റെ ഫ്യൂച്ചറിനെ വിലയിരുത്തുന്നു. ഇതൊക്കെ വിലയിരുത്തുമ്പോൾ, ഒരു കോർപ്പറേറ്റ് ഇവാലുവേഷൻ നടത്തുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ 4 എന്താണ് അതിൻ്റെ സ്ട്രെങ്ത്, ആ ഇൻഡസ്ട്രിയുടെ സ്ട്രെങ്ത് എന്താണ്, ആ ഇൻഡസ്ട്രിയുടെ വീക്ക്നെസ് എന്താണ്, ഇനി ആ ഇൻഡസ്ട്രിയുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, പിന്നെ ആ ഇൻഡസ്ട്രി ഇപ്പോൾ നേരിടുന്ന ത്രെറ്റ്സ് എന്താണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ വിലയിരുത്തുന്നത്. സോ നിങ്ങളെ വിലയിരുത്തുമ്പോൾ ചെയ്യേണ്ടത് ഇതേ ടെക്നിക്കായിരിക്കണം. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്താണ്, നിങ്ങളുടെ ത്രെറ്റ് എന്താണ് എന്ന് നോക്കി മനസ്സിലാക്കുക. അതുകൊണ്ട് കുറച്ചു നേരം വീട്ടിൽ ശാന്തമായിരിക്കുമ്പോൾ, യാതൊരു ബഹളവും ലഹളയും ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ രാവിലെ ആയിക്കോട്ടെ ഒരു 5 മണിക്കോ 6 മണിക്കോ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകിയിട്ട് പ്രശാന്തമായ അന്തരീക്ഷത്തിൽ തന്നിലേക്ക് തന്നെ നോക്കുക. സോ make an introspection first and identify what is your strength, what are your weakness, and what opportunities do you have, and what are the threats that you are going to face. മനസ്സിലായില്ലേ? ഇതിനെയാണ് ഞാൻ നോ യുവർ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലബസ് വെച്ച് നിങ്ങളെ വിലയിരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഇതാണ് മനസ്സിലാവും. 26 മാർക്കുകളുടെ സൈക്കോളജി ആൻഡ് പെഡഗോജി. നമുക്കറിയാം, ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന 1,00,000 പേരുണ്ട് എന്ന് കരുതുക. ഈ 1,00,000 പേരും പഠിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഇതിലുള്ളൂ. ദാറ്റ് ഈസ് സൈക്കോളജി ആൻഡ് പെഡഗോജി. അല്ലേ? LP UP പരീക്ഷയ്ക്ക് 1,00,000 പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചാൽ ഈ 1,00,000 പേരും ഒരേപോലെ പഠിച്ച ഒറ്റ വിഷയം മാത്രമേ ഇതിലുള്ളൂ. അതെന്താണ്? പ്രധാനമായിട്ടുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. അത് സൈക്കോളജിയാണ്. ഒന്നുകിൽ നിങ്ങൾ TTCക്ക് ഇത് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ BEd പഠിച്ചിട്ടുണ്ട്. ഈ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ ഡിഗ്രിക്ക് ബയോളജി ആണെങ്കിലും നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ജോഗ്രഫി പഠിച്ചിട്ടുണ്ടാവില്ല. 10ാം ക്ലാസ്സോടുകൂടി ജോഗ്രഫി നിർത്തിയിട്ടുണ്ടാവും. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ടാവില്ല. ആസ് എൻ അക്കാഡമിക് സ്റ്റഡിയാണ് ഞാൻ പറയുന്നത്, പിന്നീടുള്ള സ്റ്റഡി അല്ല. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ പൊളിറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ഷുവർ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സൈക്കോളജി ആൻഡ് പെഡഗോജി പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ BAക്ക് ഹിസ്റ്ററി എടുത്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവില്ല. അറിയാലോ. ഇനി നിങ്ങൾ മലയാളമാണ് എടുത്തതെങ്കിലോ നിങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫിസിക്സ് എടുത്തെങ്കിൽ നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. സോ എല്ലാവരും പഠിച്ച ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് സൈക്കോളജി ആൻഡ് പെഡഗോജിയാണ്. മാത്രവുമല്ല, അതിന് കൃത്യമായ ഒരു സിലബസ് ഔട്ട്ലൈൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ പറയാൻ കാരണം, നിങ്ങൾ സയൻസിനോ അതുപോലെ തന്നെ സയൻസിലോ അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഈ 5 വിഷയങ്ങളാണ് കേട്ടോ. പൊളിറ്റിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ അതുപോലെ എക്കണോമിക്സ്. ഇതൊക്കെ സോഷ്യൽ സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വിഷയങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങളിലോ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. എന്ന് വെച്ചാൽ ഇത് GKയിൽ പെടുത്താവുന്ന വിഷയങ്ങളാണ്. അതായത് നിങ്ങൾക്ക് ബയോളജിയുമായി ബന്ധപ്പെട്ട GK, നിങ്ങൾക്ക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട GK, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട GK, ഇതൊക്കെ നമ്മൾ പൊതുവിജ്ഞാനത്തിലാണ് പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് വളരെ വളരെ വിശാലമായ ഒരു ഏരിയയാണ്. വേറെ സൈക്കോളജി ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത് ഒരു ഡിഫൈൻഡ് ഏരിയയാണ്. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്,
നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നോ യുവർ സെൽഫ് ഫസ്റ്റ്. രണ്ടാമത്തത് ഒരു സ്റ്റഡി പ്ലാൻ. ഞങ്ങൾ ഒരുപക്ഷെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കും. ആ സ്റ്റഡി പ്ലാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഓരോ ആളുടെയും ജീവിതം വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒന്നും നോക്കാനില്ല, ഒരു കുട്ടിയില്ല, നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു കൈക്കുഞ്ഞുള്ള ഒരു അമ്മക്കാണെങ്കിലോ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. 2 കുട്ടികളുള്ള സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള ഒരു അമ്മക്കാണെങ്കിലോ കുട്ടികളുടെ കാര്യം നോക്കാനുണ്ട്. എന്നാൽ 18 വയസ്സുള്ള ഇപ്പം പഠിച്ചിറങ്ങിയ കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിക്ക് മുന്നിലും പിന്നിലും ഒന്നും നോക്കാനില്ല. മുഴുവൻ സമയവും അവർക്ക് പഠനത്തിന് വേണ്ടി നീക്കി വെക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ധാരാളമുണ്ട്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് ഞങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരുമ്പോൾ ആ സ്റ്റഡി പ്ലാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? സ്യൂട്ടബിൾ ആവണമെന്നില്ല. സ്യൂട്ടബിൾ ആവുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവരുടെ ജീവിത പരിസ്ഥിതിയുടെ സമ്മർദ്ദത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ സ്റ്റഡി പ്ലാനിനെ അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള സർഗാത്മക ബുദ്ധിയും പ്രായോഗിക ബുദ്ധിയും ഒക്കെയുള്ള ആൾക്കാരും ഉണ്ടായേക്കാം. സോ ഞാൻ പറയുന്നതിൻ്റെ ക്രക്സ് എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് തയ്യാറാക്കി നിങ്ങളിലേക്ക് മുന്നോട്ട് വെച്ച് തരുന്ന സ്റ്റഡി പ്ലാൻ, ഇറ്റ് മേ സ്യൂട്ട് യു സംടൈംസ്, ഇറ്റ് മേ നോട്ട് ബി ഏബിൾ ടു സ്യൂട്ട് യുവർ നീഡ്സ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ വർക്കായിക്കൊള്ളണമെന്നില്ല. സോ certain plan will work, certain plan will not work. Certain plan will work for somebody, but at the same time, the same plan will not work for someone else. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സിലബസ് ഒക്കെ മനസ്സിലാക്കി എന്ന് വെച്ചാൽ, സിലബസ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ശബരിമലക്ക് പോവുകയാണെന്ന് വെച്ചോ, നമുക്കറിയാം ശബരിമലയിലേക്കുള്ള യാത്ര ദുർഘടം പിടിച്ച യാത്രയാണ് അല്ലേ? കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ കാനനപാതയാണ്. ഇതൊക്കെയാണ് നമ്മൾ കേട്ടതും കണ്ടതും അറിഞ്ഞതും. അപ്പോൾ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള യാത്രയിലെ തടസ്സങ്ങൾ, കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാനാണ് തയ്യാറാക്കേണ്ടത്. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. മനസ്സിലായില്ലേ? ഞാൻ തയ്യാറാക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനം തയ്യാറാക്കി നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നതിന് പകരം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറാക്കി നോക്കൂ. ഓൾവേസ് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എല്ലാവരോടും പറയുന്നത്, എല്ലാവരും സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി പോരാ. ആ രീതിയിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, ആ രീതിയിൽ മാറി ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമേ വിജയം കണ്ടിട്ടുള്ളൂ അല്ലേ? അതായത് ആട്ടിൻകൂട്ടങ്ങൾ ഒരുമിച്ചങ്ങ് പോവും, പശുക്കൾ ഒരുമിച്ചങ്ങ് പോവും. പക്ഷെ സിംഹം അങ്ങനെയല്ല. സിംഹം ഒറ്റയ്ക്ക് യാത്രയാവും. അതിന് അതിൻ്റെതായ യാത്രയുടെ ഉദ്ദേശങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് അത് നടക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറാക്കുക. മറ്റാരെങ്കിലും തയ്യാറാക്കട്ടെ, അത് നോക്കി പഠിക്കാം. സോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നെവർ വേസ്റ്റ് യുവർ ടൈം ഫോർ വെയിറ്റിംഗ് അതേഴ്സ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം. ആരെയെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. കാരണം നോ വൺ ഇൻ ദ വേൾഡ് വിൽ എവർ കം ടു യു ടു ഹെൽപ്പ് യു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇതിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എത്രയുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് നിങ്ങളെ കുറേ കൂടി കോഷ്യസ് ആക്കാനുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത്, ഏതെങ്കിലും കോച്ചിങ് സ്ഥാപനത്തിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരും, അതൊന്ന് കേൾക്കും. കാരണം ഞാൻ ഈ മേഖലയിൽ ജോലി സേവനം ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വരുന്ന ഫോൺ കോളുകളുടെ എണ്ണം, സംശയം ചോദിച്ചുകൊണ്ട് വരുന്ന ഫോൺ കോളിൻ്റെ എണ്ണം എനിക്ക് മാത്രമേ അറിയൂ.
അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പലരും പല രീതിയിൽ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് വെക്കുന്നു. ശരി തന്നെയാണ്, അതിൻ്റെയൊക്കെ സഹായം തേടാം. അപ്പം ഞങ്ങളും ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതൊക്കെ സ്വീകരിക്കാം. പക്ഷേ അതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സൈക്കോളജി ആൻഡ് പെഡഗോജി എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയത്തിൻ്റെ ചുരുങ്ങിയ ഭാഗം മാത്രം അതിനു വേണ്ടി നീക്കി വെക്കുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് മലയാളം സാഹിത്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഒരു 2-3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മലയാളം സാഹിത്യം, മലയാള കഥ, നോവൽ ഇതിലേക്കൊക്കെ വരും. ഓക്കെ. അതേപോലെ ഇംഗ്ലീഷിൽ നിന്നും വരാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒട്ടും അറിവില്ലെങ്കിൽ ഈ അറിയാത്ത 1-2 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. ഇൻസ്റ്റന്റ് യു അലോട്ട് യുവർ ടൈം ടു യുവർ ഫേവറബിൾ ഡൊമൈൻ. ഇപ്പോൾ സൈക്കോളജി നിങ്ങൾക്ക് ഫേവറബിൾ ഡൊമൈൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 26 മാർക്കിൽ അത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോഴും ഓൺലി വെൻ യു അലോട്ട് മോർ ടൈം ടു ദാറ്റ് ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്ന മേഖല ഏത് എന്ന് നിങ്ങൾ ആദ്യം കരുതുക. ഒരിക്കലും ഒരു നേട്ടവും നിങ്ങൾക്ക് നേടാൻ പറ്റില്ല എന്ന് കരുതുന്ന ഏതെങ്കിലും സിലബസ് ഉണ്ടെങ്കിൽ, സിലബി ഏരിയ ഇതിലുണ്ടെങ്കിൽ ആ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് അധികം സമയം നഷ്ടപ്പെടുത്തരുത്. എനിക്കറിയാം, എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും നേടാൻ പറ്റില്ല എന്നുള്ള മേഖലയെ ഞാൻ അവഗണിക്കും. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം ഫോർ ദാറ്റ്? ഞാനെന്ത് ചെയ്യും? എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെ ഞാൻ നന്നായി എൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ ഈ മേഖലയിൽ വളരെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി, കേരള ഗവൺമെൻറ്റിൻ്റെ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഞാൻ സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനവിടെ പഠിപ്പിച്ചത് റീസണിങ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിരുന്നു. ഓക്കെ. പക്ഷേ എനിക്ക് തോന്നി എനിക്കതിൽ ധാരാളം ഇനിയും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ, ഞാൻ ഈ LP UP HS പോലുള്ള കാര്യങ്ങൾ നേരത്തെ വന്നപ്പോൾ ഞാൻ സൈക്കോളജി എൻ്റെ ഫേവറേറ്റ് വിഷയമാണ്, താല്പര്യമുള്ള വിഷയമാണ് എന്ന് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് തിരിഞ്ഞു. പിന്നീട് ഞാൻ സൈക്കോളജി വളരെ ഡീപ്പായി പഠിക്കാൻ വേണ്ടി തുടങ്ങി. ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാ മേഖലയിലും പോയി കാര്യങ്ങൾ കുറേശ്ശെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് പറ്റാവുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ കാര്യങ്ങൾ നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും, പിന്നെ ചില വിഷയം പഠിക്കുമ്പോൾ MBBS പഠിക്കുന്നു, അവൻ BA മലയാളത്തിന് പഠിക്കുന്നു. അപ്പോൾ BA മലയാളത്തിന് ഒരാൾ പഠിക്കുന്നു, ഒരാൾ BSc മാത്സിന് പഠിക്കുന്നു. ഇതിൽ ആരാ ബെറ്റർ എന്ന് ചോദിച്ചാൽ BSc മാത്സുകാരൻ ബെറ്റർ എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? നിങ്ങൾ ഏത് വിഷയത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്സ് നിങ്ങൾ മോശമായി പഠിച്ചതുകൊണ്ട് ബെനിഫിറ്റ് ഈസി. വേറെ മലയാളം നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു ബെനിഫിറ്റ് മോർ ഫ്രം ദാറ്റ്. അപ്പോൾ ഏത് വിഷയം എടുക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് ഏറ്റെടുത്ത വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ മേക്ക് യുവർ സ്റ്റഡി പ്ലാൻ. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ തീരുമാനിക്കുക. പിന്നെ സിലബസിൽ പറഞ്ഞ മുഴുവൻ ഭാഗങ്ങളും നമ്മുടെ 4ാമത്തേതായിട്ട് ഞാൻ എഴുതിയത് കംപ്ലീറ്റ് ദ സിലബസ്. സിലബസിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പരീക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് എന്ന് ആദ്യമായി ഉറപ്പുവരുത്തുക. ഇനി ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഒരു വിധേനയും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ then leave it, forget it. അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ജീവിതത്തെ സമീപിക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് എനിക്ക് ഈ ഷർട്ട് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ എന്താണ്? എൻ്റെ മുന്നിൽ പിന്നെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ഷർട്ട്
ഒഴിവാക്കി വേറെ ഷർട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് വാങ്ങണം. പിന്നെ അത് വാങ്ങാനുള്ള കാശ് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാം? ഈ ഷർട്ടല്ലേ, ഈ ഷർട്ടിനെ നന്നായി തേച്ച് മിനുക്കി ഇസ്തിരിയിട്ട് ഈ ഷർട്ട് എനിക്ക് നല്ല ഷർട്ടാണ് എന്ന് പറഞ്ഞ് ഈ ഷർട്ടിനോട് എനിക്ക് ഇഷ്ടം തോന്നിപ്പിക്കുക. അങ്ങനെ ഇത് എൻ്റെ ഇഷ്ട ഷർട്ടായിട്ട് മാറ്റിയെടുക്കുക. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചെയ്യേണ്ടത്. നിങ്ങൾ കംപ്ലീറ്റ് യുവർ സിലബസ്. Due to any kind of reason, if you are unable to complete the whole syllabus, then only option left is that കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത മേഖലയെ തൽക്കാലം ഉപേക്ഷിക്കുക. എന്നിട്ട് ഏത് മേഖലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ മാർക്ക് നേടാൻ പറ്റും ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ദെൻ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ഫ്രീക്വൻ്റ്ലി. എപ്പോഴെങ്കിലും പഠിച്ചു എന്ന് വെച്ച് അത് മാറ്റി അത് പഠിച്ചു കഴിഞ്ഞു, ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞ വിഷയമാണ് എന്ന് കരുതി മാറ്റി വെക്കരുത്. അതെന്ത് ചെയ്യണം? അത് നിങ്ങൾ ഫ്രീക്വൻ്റ്ലി റിവൈസ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. ഈ റിവൈസ് ചെയ്യാന്ന് വെച്ചാൽ എവിടേക്കും പോയി ഇരുന്ന് റിവൈസ് ചെയ്യണമെന്നൊന്നുമില്ല. പഠിച്ച കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, ബസ്സിലിരുന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർത്താലും മതി. ഓക്കെ, അപ്പോൾ പഠിച്ച കാര്യങ്ങൾ, അതായത് റിവൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമുക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. ഓർമ്മ എന്ന് വെച്ചാൽ അൺകോൺഷ്യസ് ആവുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് പഠിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് ഗ്രഹിച്ചിട്ടില്ലാത്തത് കൊണ്ട് മറവി സംഭവിക്കാം. പല കാരണങ്ങൾ കൊണ്ട് മറവി സംഭവിക്കാം. അതൊക്കെ ഞാൻ എൻ്റെ സൈക്കോളജി ക്ലാസ്സിൽ ഇവിടെ വിശദീകരിച്ച് തരുന്നുണ്ട്. ഓർമ്മയുടെ മറവിയുടെ പ്രധാനപ്പെട്ട ഒരു തിയറിയായിട്ട് പറയുന്നത് ഡീകേ തിയറിയാണ്. ഡീകേ ചെയ്യുക, അതായത് പഠിച്ച കാര്യം ക്ഷയിച്ചു പോവുക. ഡ്യൂ ടു പാസേജ് ഓഫ് ഏജ് ഓർ പാസേജ് ഓഫ് ടൈം. അപ്പോൾ പഠിച്ച കാര്യം ചിലപ്പം സമയം വൈകുന്നതിനനുസരിച്ച്, കാലം കഴിയുന്നതിനനുസരിച്ച് പഠിച്ച കാര്യം ക്ഷയിച്ചു പോകും. ഇതാണ് ഈ മറവിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തിയറി. ഇത് എൻ്റെ സൈക്കോളജിയുടെ ക്ലാസ് ആയിട്ട് എടുത്തോളൂ കേട്ടോ. മറവിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് ഡീകേ തിയറിയാണ്. ക്ഷയിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ക്ഷയിച്ചു പോകുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇടക്കിടക്ക് നമ്മളിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയും വേറെ തിയറി ഉണ്ട്, അതിനെയാണ് പറയുന്നത് ഇന്റർഫറൻസ് തിയറി. അതായത് ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ കോഗ്നിറ്റീവ് സ്കീമയിൽ വെക്കുക, പക്ഷെ അപ്പോഴേക്കും വേറൊരു കാര്യങ്ങൾ കടന്നു വരിക. അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് സ്കീമയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇന്റർഫറൻസ് തിയറിയിൽ കൂടി ക്ഷയം സംഭവിക്കാം, ഓർമ്മ മറവി സംഭവിക്കാം. എബിൻഗോസ് പോലുള്ള ചിന്തകൻ പറയുന്നത്, മറവിയെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിച്ച ആളാണ് എബിൻഗോസ്. എബിൻഗോസ് പറയുന്നത് പഠനത്തോടൊപ്പം തന്നെ മറവിയും സംഭവിക്കുന്നു എന്നാണ്. ഇതൊക്കെ അടുത്ത LP-UP പരീക്ഷയിലെ ചോദ്യങ്ങളാണ് കേട്ടോ. പഠനത്തോടൊപ്പം തന്നെ മറവിയും സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് എബിൻഗോസ്. മറവി ചക്രം ഒക്കെ മുന്നോട്ട് വെച്ചത് എബിൻഗോസാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാനിപ്പോഴും സൈക്കോളജി ഒരു കാര്യമില്ലെങ്കിലും ഞാൻ വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ലെങ്കിൽ ഡ്യൂ ടു കോഗ്നിറ്റീവ് ലോഡ് എന്നും പറയാതെ ജ്ഞാനഭാരം, ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഷോർട്ട് ടേം മെമ്മറി പ്രോബ്ലം ആവും, അതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റേണ്ടി വരും. സോ മെനി കോഗ്നിറ്റീവ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും നിങ്ങൾ ഈ LP-UP പരീക്ഷ തീരുന്നതിനുള്ളിൽ. അപ്പം നിങ്ങൾക്ക് ഇന്റർഫറൻസ് ധാരാളം വരും. അപ്പം ചെയ്യേണ്ടത് എന്താണ്? പലപ്പോഴും അതിനെ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ രാത്രിയൊക്കെ ഞാൻ കിടക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഓർത്തിട്ട് അത് എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ വല്ലാത്ത ബേജാറാണ്. പിന്നെ ഞാൻ എഴുന്നേറ്റിരുന്ന് മൊബൈലിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അതിനെ ഓർമ്മയിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ എനിക്ക് തൃപ്തിയാവാറുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ വിജ്ഞാനത്തോടുള്ള ഒരു ആർത്തി കാണിക്കണം, ഒരു ക്വൻസ് ഫോർ നോളജ് അത് കാണിക്കണം. ഇത് ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, പക്ഷേ ഇതൊന്നും അത്ര ഈസിയല്ല. ഓക്കെ, ഒന്നും ജീവിതത്തിൽ ഈസിയല്ല. ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും.
അല്ലേ? അതായത് എന്തെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിയാണ് നേടുന്നെങ്കിൽ അത് നിങ്ങളുടെ കൂടെ നിലനിൽക്കും. സ്വാഭാവികമായ ഒരു ജീവൻ സത്യമാണത്. അത് there will be nothing is going to last in your life which will come to you easily. And those things which are come to your life easily will not last. ഞാൻ പറയുന്നതിൽ ഒരു അസത്യമില്ല. എളുപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതൊന്നും നിലനിൽക്കില്ല. എന്നാൽ ഹാർഡായിട്ട് നേടിയെടുക്കുന്നതൊക്കെ ധാരാളം സമയം നിലനിൽക്കും. നിലനിൽക്കുന്നതൊക്കെ ഹാർഡായിട്ട് ഏൺ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ഉണ്ട്. അപ്പോൾ റിവൈസ് ഫ്രീക്വൻലി. അപ്പോൾ 1, നോ യുവർ സെൽഫ്. 2, നോ യുവർ സിലബസ്. 3, മേക്ക് യുവർ സ്റ്റഡി പ്ലാൻ പ്രോപ്പർലി. ദെൻ കംപ്ലീറ്റ് ദ ഹോൾ സിലബസ്. ദെൻ റിവൈസ് ഫ്രീക്വൻലി. ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, ഈ പഠിച്ചു എന്നതുകൊണ്ടായിട്ടില്ല, മറിച്ച് ഈ പരീക്ഷകൾ നമ്മൾ മത്സര പരീക്ഷകളാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പ് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നത് എന്നുള്ളത് ചോദ്യത്തിൻ്റെ ഘടന മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ചോദ്യങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പലതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മുമ്പത്തെ ഒരു 2001 2002 ക്വസ്റ്റ്യൻ പേപ്പർ സൈക്കോളജി ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എന്തൊരു ഈസി ക്വസ്റ്റ്യനാണ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് കേം സോ. ആൽഫ്രഡ് നീലയുടെ ജന്മദേശം. ഇതൊക്കെ തല്ലിപ്പൊളി ക്വസ്റ്റ്യനാണ്. തല്ലിപ്പൊളി ക്വസ്റ്റ്യൻ എന്നല്ല, ഒരുപക്ഷെ ഇപ്പോഴും അത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ചോദ്യങ്ങൾ, ഇപ്പോഴത്തെ പരിശീലനങ്ങൾ, ഇപ്പോഴത്തെ മത്സരം, ഇതൊക്കെ വളരെ ശക്തമായ സ്ഥിതിക്ക് ഈ ചോദ്യങ്ങളുടെ ഘടനയിലൊക്കെ മാറ്റം ധാരാളം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കരിക്കുലം മാറുന്നതും നമ്മുടെ കരിക്കുലത്തിലെ ലക്ഷ്യങ്ങൾ, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ മാറുന്നതും പുതിയ വിദ്യാഭ്യാസ നയങ്ങളിലൊക്കെ മുന്നോട്ട് വെക്കുന്ന യുക്തിചിന്ത, പ്രശ്നപരിഹരണ ചിന്ത, ഇങ്ങനെയുള്ള ആശയങ്ങളിൽ കൂടിയൊക്കെ വിമർശനാത്മക ബോധശാസ്ത്രം, ക്രിട്ടിക്കൽ അനാലിസിസ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ പരീക്ഷയിലും ചോദ്യങ്ങളുടെ മാതൃകയിൽ ധാരാളം വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ചോദ്യ മാതൃകയിൽ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ മോക്ക് എക്സാം എഴുതുക. മോക്ക് എക്സാം എഴുതുമ്പോൾ കൃത്യം സമയം പാലിച്ചുകൊണ്ട് എഴുതുക. ഓക്കെ, അതായത് നമ്മുടെ ബബിള് കറുപ്പിക്കേണ്ട ബബിളൊക്കെ കറുപ്പിച്ച് ശീലിക്കുക. ഒരു ബബിള് കറുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം 2 സെക്കൻഡിലധികം സമയം എടുക്കരുത്. ഇപ്പം 100 ഓവൽ ഷേപ്പ് വൃത്തങ്ങൾ നിങ്ങൾക്ക് കറുപ്പിക്കാനുണ്ട്. ആ 100 ഓവൽ ഷേപ്പ് വൃത്തങ്ങൾ കറുപ്പിക്കാൻ 200 സെക്കൻഡിലധികം എടുക്കരുത്. ദാറ്റ് മീൻസ് മാക്സിമം 3 മിനിറ്റ് മാത്രമേ അതിനെടുക്കാൻ വേണ്ടി പാടുള്ളൂ. പക്ഷേ അതൊക്കെ നിങ്ങൾ പരിശീലനത്തിൽ കൂടി ചെയ്യണം. പരിശീലനം ചെയ്യുന്ന ആൾക്ക്, അഭ്യാസം ചെയ്യുന്ന ആൾക്ക്, അതും നിത്യാഭ്യാസിക്ക് മാത്രമേ ആനയെടുക്കാൻ പറ്റൂ. വല്ലപ്പോഴും അഭ്യാസം ചെയ്യുന്നവർക്ക് ആനയെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ വെറുതെ ഓർമ്മിപ്പിക്കുകയാണ്. സോ റൈറ്റ് മോക്ക് എക്സാംസ് മോർ. ഇതൊക്കെ കഴിഞ്ഞ് മോക്ക് എക്സാം കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞത് നോ യുവർ സെൽഫ് എന്നല്ല. പിന്നെ നിങ്ങൾ ഇതിലേക്കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നോ യുവർ സെൽഫ് അല്ല, പിന്നെ അസസ് യുവർ സെൽഫാണ്. എന്ത് നേട്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ ചെയ്യുന്നതിൽ കൂടി, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വയം വിലയിരുത്തുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം നിങ്ങളെ വിലയിരുത്തുക. അപ്പോൾ ആദ്യം മനസ്സിലാക്കി പിന്നെ വിലയിരുത്തി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ധാരാളം ഗ്യാപ്പുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ഫിൽ ദ ഗ്യാപ്പ്. എവിടെയാണ് വീഴ്ച വന്നത്? ഈ മോക്ക് എക്സാമിൽ കൂടി നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന മേഖലയിലാണ് വീഴ്ച. സോ യു ക്യാൻ സ്പോട്ട് യുവർ ഫെയിലിയേഴ്സ്. അല്ലേ? ഒരു എക്സ്റേ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്യുന്നു. നമ്മൾ എന്തിനാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നത്? ടു ഐഡൻറ്റിഫൈ വേർ ദ പ്രോബ്ലം ഈസ് എക്സാക്ട്ലി, എവിടെയാണ് പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. സോ ഈ ഫിൽ ദ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസ്റ്റിക് പ്രോസസ്സാണ്. അത് നിങ്ങൾ തന്നെ ചെയ്യണം. മറ്റാരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് വീഴ്ച എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വീഴ്ച പരിഹരിക്കുക, ഫിലിപ്പര സോ വിടവ് നികത്തുക. മനസ്സിലായില്ലേ? ഇനി ഈ വിടവ് നികത്തണമെങ്കിൽ പിന്നീട് ചെയ്യേണ്ടത് എന്താണ്? യു റൈറ്റ് മോർ ആൻഡ് മോർ മോക്ക് എക്സാം. അതായത് ഒന്നിൽ കൂടുതൽ, അതായത് എത്ര കണ്ട് മോക്ക് എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്രയും മോക്ക് എക്സാം എഴുതുക, അതൊക്കെ ചെയ്യുക. എന്നിട്ട് ദെൻ ഫൈനലി കറക്റ്റ് യുവർസെൽഫ്. ഈ പ്രോസസ്സിൽ കൂടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റുമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. 1 മുതൽ 10 വരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. എന്നിട്ട് സോറി, ഞാൻ രാവിലെ മുതലേ ക്ലാസ് എടുക്കുകയാണ്, അതുകൊണ്ടാണ് തൊണ്ട കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കറക്റ്റ് യുവർസെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് വീഴ്ച എന്ന് യു ക്യാൻ ഐഡൻറ്റിഫൈ. After writing more and more mock exams, you will finally come to know that here is my problem. ഇവിടെയാണ് എൻ്റെ പ്രശ്നം എന്ന് clinically you can observe. And that after observing that problem, you can find out here is the problem, here is the problem. ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഈ അവധിക്കാലം അങ്ങനെ വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുക. ഇനി ഞാൻ ഇവിടുത്തെ ചില കാര്യങ്ങൾ പറയാണ്. എയിം സ്റ്റഡി സെൻറ്റർ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇന്ന് ഏപ്രിൽ 1, ഏപ്രിൽ 5 മുതൽ ഈ മെയ് ജൂൺ മാസത്തേക്കുള്ള 2 മാസം കവർ ചെയ്യുന്ന ഒരു ക്രാഷ് ആയിട്ടുള്ള വെക്കേഷൻ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. LP-UP പരിശീലനം 2 മാസത്തിനുള്ളിൽ തീവ്ര പരിശീലനം നൽകുന്ന ക്രാഷ് വെക്കേഷൻ ബാച്ച് is going to be started by April 5. ഓക്കെ, ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടാം, എയിം സ്റ്റഡി സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാം. പിന്നെ ഞാൻ ഇവിടെ പറയുന്നത് ഞങ്ങളുടെ പ്രത്യേകതകളാണ്. പക്ഷെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റൂ, നല്ലതാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ. പക്ഷേ പരസഹായം തേടാം. ആ പരസഹായം തേടുന്ന ഒരു ഏജൻസി എന്നുള്ള നിലയ്ക്ക് വി ആർ ഓൺലി എ സപ്പോർട്ടിങ് ഏജൻസി ടു ഹെൽപ്പ് യു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസുകൾ, പിന്നെ SSCRT സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കൽ തന്നെ. കാരണം ഇത് പ്രത്യേക ക്രാഷ് ബാച്ചാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ലൈവ് ബാച്ച്, അതുപോലെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് ഇവിടെ എയിംസിൻ്റെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാക്കും. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിൽ കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്ലാൻ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്ലാൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു രീതി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതേ രീതി തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും മെച്ചമുണ്ടാവുക. പിന്നെ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് ഞാൻ പറഞ്ഞു, റിവൈസ് ചെയ്യണം. പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിച്ച കാര്യം ഓർക്കുകയും റിവൈസ് ചെയ്യുകയും ചെയ്യണം. ഒരു ചെടി നട്ടതുകൊണ്ട് മാത്രമായില്ല, അതിന് എപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ചെടി അങ്ങനെ അപ്പോഴേ വളരും. അപ്പോൾ പിന്നെയുള്ളത് ഡെയിലി ക്വിസ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അത് എയിംസിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് എപ്പോഴും ലഭ്യമാണ്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ്, പിന്നെ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം വിത്ത് ഫോളോ അപ്പ്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ അവധിക്കാല ക്രാഷ് ബാച്ചിൽ നമ്മൾക്ക് സൂം വഴിയുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ക്ലാസ്സുകളും ഉണ്ടാവും. അതായത് ഞങ്ങൾ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്ന് അതിൻ്റെ PDF നോട്ടും പ്രൊവൈഡ് ചെയ്ത് വന്ന് ഞങ്ങളത് മാറിയല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മൾ ഒരു മെൻറ്ററെ പോലെ, ഒരു ഫെസിലിറ്റേറ്ററെ പോലെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ഞാനൊക്കെ ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും എഴുതിയിട്ട് എന്നോട് മുഖാമുഖം സംസാരിക്കാവുന്നതാണ്. പിന്നെ പേഴ്സണൽ മെൻറ്റേഴ്സ്, സംശയങ്ങൾ
എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്ന പേഴ്സണൽ നമ്പേഴ്സ് കൂടിയുണ്ട്. പിന്നെ സൈക്കോളജിയുടെ സംശയങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ ഫോണിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഏത് പാതിരാത്രിയിൽ ചോദിക്കാം എന്ന് വെച്ചാൽ യു ഹാവ് എവരി ഫ്രീഡം എന്നാണ് അർത്ഥം, അല്ലാതെ രാത്രി ചോദിക്കണം എന്നല്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിച്ച് പാസ്സായി നല്ല രീതിയിൽ ഇപ്പോൾ ഉദ്യോഗത്തിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം ഇപ്പോൾ ഉള്ള അധ്യാപകരാണ്. ഇവരുടെയൊക്കെ മുഖം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നത് ഇത് നിങ്ങൾക്ക് ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആവട്ടെ, ഒരു പ്രബലനമാവട്ടെ എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പം ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം ഇതൊന്നും ഇത് നിങ്ങൾക്കൊരു റീഇൻഫോഴ്സ്മെൻ്റ് ആവാം എന്നല്ലാതെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ അവധിക്കാല ബാച്ച് ഏപ്രിൽ 5 ആരംഭിക്കുന്നു. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും വിത്ത് സ്പെഷ്യൽ സൈക്കോളജി ബാച്ചുമായിട്ട് 26 മാർക്കിൽ. ഈ 26 മാർക്കും നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നത് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. സോ ട്രസ്റ്റ് മീ, ഐ വിൽ ബി വിത്ത് യു. സോ എ ഹാപ്പി സോഷ്യൽ ലൈഫ്. എല്ലാവരും നല്ല അധ്യാപകരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. ദിസ് ഈസ് ഡോക്ടർ ബി ബാലകൃഷ്ണൻ. സീ യു അഗൈൻ. അണ്ടിൽ ദെൻ.